മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക് ലിമിറ്റേഷൻസിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയില്ല എന്ന് തോന്നിയിട്ടാണ് നിങ്ങൾ എന്തായത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോയത്. ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധത, ഇസ്ലാമിലെ അടിമയെ പൂശാൻ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ കണ്ടിട്ട് എനിക്ക് ആകെ വല്ലാണ്ടായി പോയി. അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയത്. നിങ്ങൾ പറയൂ, ഈ മാരിയത്തുൽ കിബ്തിയ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ അടിമ സ്ത്രീ, ആ അടിമ സ്ത്രീയെ മുഹമ്മദ് നബി കല്യാണം കഴിക്കാതെ അല്ല ഇട്ട് പൂശിയിരുന്നത്? അത് വ്യഭിചാരല്ലേ? അപ്പൊ ഭാര്യയല്ലാത്ത സ്ത്രീകളെ ഇതുപോലെ ലൈംഗികമായിട്ട് ചെയ്യുന്നതിനെ നിങ്ങൾ വ്യഭിചാരമെന്ന് വിളിക്കുമെങ്കിൽ മുഹമ്മദ് നബി ചെയ്തത് വ്യഭിചാരല്ലേ? അതെങ്ങനെ അവിടെ വെക്കണത്? നിങ്ങൾ വ്യഭിചാരത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മാരിയത്തുൽ കിബ്തിയെ കുറിച്ച് പറയേണ്ടി വരും. ഞാനിപ്പോ നമ്മളുടെ ഗോവിന്ദചാമീനെ റസൂലുള്ളാഹ് എന്ന് വിളിക്കണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റൂല. ഇമാതിരി തണ്ടിത്തരൊക്കെ ചെയ്ത ഒരാളെ അത് ഗോവിന്ദചാമിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഒരു അറേബ്യൻ ഗബ്ബർ സിംഗ്, അത്രേ ഉള്ളൂ. എന്താണ് വ്യാഖ്യാനം? ഇപ്പൊ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറഞ്ഞത് അതിൽ അർത്ഥാണ് ഞാൻ പറയുന്നത്. അതിലെവിടെ വ്യാഖ്യാനം? യുദ്ധകാലഘട്ടങ്ങളിലാണ് ബ്രോ, അന്നത്തെ യുദ്ധകാലഘട്ടങ്ങളിലാണ്. അപ്പൊ ആ യുദ്ധം ഇന്ന് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ മുതലേ അപഹരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റു മതങ്ങളിൽ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇസ്ലാമിൽ നിങ്ങൾക്ക് വ്യഭിചരിക്കാം, ഇസ്ലാമിൽ നിങ്ങൾക്ക് കക്കാം, ഇതൊക്കെ ഇസ്ലാമിൽ അനുവദനീയാണല്ലോ. പറഞ്ഞു എല്ലാം ഹറാമല്ലേ? എവിടെ ഹറാമ്? നിങ്ങൾക്ക് അടിമയെ വ്യഭിചരിച്ചൂടെ ഇസ്ലാമില്? കേരളത്തിൽ എന്താ നിങ്ങൾ പറയൂ, ജൂതന്മാരെ ഹമാസ് പോരാളികൾ എന്തെന്നാ വിളിക്കുന്നത്? കാഫിർ എന്നാണോ വിളിക്കുന്നത്? സിറിയയിൽ അൽവൈറ്റുകളെ അവിടുത്തെ സുന്നികൾ എന്തെന്നാ വിളിക്കുന്നത്? കാഫിർ എന്നാണോ വിളിക്കുന്നത്? അന്നത്തെ കാലഘട്ടങ്ങളിൽ അവര് കൊല്ലാനും കൊലപ്പെടുത്താനും ആഹ്വാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലും ഹിന്ദുസ് അങ്ങനെ ആഹ്വാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാഫിർ എന്നല്ലേ വിളിക്കുക? ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. അതന്നല്ലേ ഞാനും പറഞ്ഞത്. നിങ്ങളപ്പോ സമയം വരാൻ കാത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ജിഹാദികളാണെന്നല്ലേ ഞാനും പറയാറ്. നിങ്ങള് ഫോൺ വിളിച്ചു തുടങ്ങിയപ്പോ നിങ്ങൾ പേനും താലും ഒഴുകുന്ന മുസ്ലിം, ഇപ്പൊ അതെ നിങ്ങൾ പൊട്ടൻഷ്യൽ ജിഹാദി. യുദ്ധം വന്നാൽ ഞാൻ കാഫിറിന് വിളിക്കും, അവരുടെ തലയും വെട്ടുന്നു നിങ്ങൾ പറയുന്നു. ഇതല്ലേ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? സാറിന്റെ ആത്മാർത്ഥത സംശയിച്ച സ്ഥിതിക്ക് ഞാനിനി വിളിക്കണതിൽ കാര്യമില്ലല്ലോ, ഞാൻ പോട്ടെ. ഇത് തന്നെയാണ് ഖുർആനിലും യുദ്ധത്തിന്റെ ഇത് വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ വിപരീതം കൊണ്ട് വരുന്നത്. നിങ്ങൾക്ക് റീച്ച് കിട്ടണമെങ്കിൽ വേറെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറല്ലേ, ആ ഭാഗം പോയിക്കൂടെ? എന്തിനാ ഇങ്ങനെ? ഞാനത് എന്റെ ഡോക്ടർ പണിക്ക് ഇത് വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് എന്റെ ഒഴിവ് വേളകൾ ആനന്ദകരമാക്കാനുള്ള കളിയാണ്. പോത്തിന്റെ വാല് പൊങ്ങുന്നില്ല. നിങ്ങൾ ഒരു മൃഗ ഡോക്ടറാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പോത്തിന്റെ വാല് പൊങ്ങാത്തോണ്ട് അത് പൊക്കാൻ വേണ്ടിട്ട് പോയതാണ്. അതെ, ഇസ്ലാം എന്ന റാബീസ് ബാധിച്ച മൃഗങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഞാൻ. നീ വെറുതെ ആവേശം കാണിച്ച് വള്ളി പിടിക്കില്ലേട്ടാ. അങ്ങനെ ഒരു മതത്തെയും കളിയാക്കിയിട്ടില്ല, ഒരു ഹിന്ദുവിനെ മുഹമ്മദ് നബി കളിയാക്കിയിട്ടുണ്ട്, മുഹമ്മദ് നബി വിഗ്രഹങ്ങൾ ഉടച്ചിട്ടുണ്ട്, മുഹമ്മദ് നബി അമ്പലം തകർത്തിട്ടുണ്ട്, മുഹമ്മദ് നബി ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ. നിങ്ങൾക്കൊരു വാണിംഗ് ആണ്. നിങ്ങളെ ജീവനിൽ പേടിയുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ട് ജീവിച്ചോ. ഞാനല്ല, ഇത് കേൾക്കുന്ന മറ്റുള്ള ആരെങ്കിലും വന്നിട്ട് ചെയ്യാൻ സാധ്യത റസൂലിനെ പറഞ്ഞാല് അത്രക്കായല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ മതത്തെ കുറിച്ച് നല്ല ധാരണ ഉണ്ടപ്പോ. റസൂല് കുട്ടികളെയൊക്കെ പിടിച്ച് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ടില്ലേ? ഇതൊക്കെ റസൂൽ ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊന്നും ഞാൻ പറയാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ ശരിയാവുക? അതെ, ഈ പട്ടാളം മാധവമ്മയുടെ വീട് പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ? പൊട്ടനാ. പഠിച്ച മദ്രസ ഉണ്ടല്ലോ, അതിലുള്ള ഉസ്താദുമാര് പൊട്ടന്മാരായിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക്. ഞാൻ സമസ്തയുടെ മദ്രസയിലാണ് പഠിച്ചത്, മുജാഹിദ് ജമാഅത്ത് മദ്രസയിലാണ് പഠിച്ചത്. അവിടെ ഉള്ളവരൊക്കെ എന്റെ ഉസ്താദായിട്ട് വരും മുജാഹിദ് ബാലുശ്ശേരി. മുജാഹിദ് ബാലുശ്ശേരി ഒരു മണ്ടനാണെന്നാണോ നിങ്ങൾ പറയണത്? ഷാജിയേട്ടാ, എന്നാടാ എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജിയേട്ടാ. ആരിഫിന്റെ ഉപ്പാപ്പയായ ഡിങ്കനെ വെച്ചിട്ട് ഞാനൊരു പാട്ട് ഇവിടെ ഇറക്കാൻ പോവുകയാണ്. പാട്ട് ഹറാമാണ് താത്ത, പാട്ട് ഹറാമാണ്. നിങ്ങൾ വെറുതെ നരകത്തിലേക്കുള്ള വഴിയാണ്. അപകടമാണത്, നിങ്ങൾ സൂക്ഷിക്കണം. താത്താട് എനിക്ക് പറയാനുള്ളത്, താത്ത വെറുതെ മ്യൂസിക് ഒന്നും ചെയ്തേക്കരുത് കേട്ടോ. മ്യൂസിക് ഹറാമാണ്, നിങ്ങൾ നരകത്തിലെത്തും. സംഗതി നിങ്ങൾക്ക് സ്വർഗത്തിൽ ഹൂറന്മാരൊന്നുമില്ല, പക്ഷെ നരകത്തിൽ മുഴുവനും പെണ്ണുങ്ങളാന്നാ പറയുന്നത്. നിങ്ങൾ അതിലൊരാളായി മാറരുത്. നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. സൂക്ഷിക്കുക സഹോദരി. നിങ്ങൾ എന്നെ ശരിക്കും ആക്കുകയാണോ?
നിങ്ങൾ നല്ലൊരു മനുഷ്യ സ്ത്രീയാണ്. വെറുതെ അത് മതത്തിന്റെ അടിയിൽ കൊണ്ടുവച്ച് വെറുതെ നിങ്ങൾ തുലയ്ക്കരുത്. ഓക്കെ, 100% ഞാൻ യോജിക്കുന്നു. അപ്പൊ ഒരു യുദ്ധം ഇല്ലെങ്കിൽ പോലും മുസ്ലിമിന്റെ ബാധ്യതയാണ് കാഫിറുകളെ കൊന്നൊടുക്കി അത് ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ളത്. മനസ്സിലായോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.